ഷാലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വചനവുമായിട്ട് കടന്നു വന്നിരിക്കുന്നു. അത് പറയുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുമാറാണ്. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയനെ അടുത്ത് വരുന്നു. കർത്താവെ, ഈ വചനത്തിനായിട്ട് അടിയങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വചനങ്ങൾ സംസാരിക്കുവാനുള്ള കൃപ നീ പകരുമല്ലോ. കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരണം. നിന്റെ ജീവൻ അവിടുന്ന് വ്യാപരിക്കട്ടെ. അവരുടെ എന്തെല്ലാം വിഷയങ്ങളായിരുന്നാലും ആ വിഷയങ്ങൾക്കെല്ലാം ഒരു പരിഹാരമായി വിടുതലായിട്ട് ഈ വചനം തീരട്ടെ. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 14:14. ഭോക്താവിൽ നിന്നും ഭോജനവും മലനിൽ നിന്ന് മധുരവും പുറപ്പെട്ടു. ഈ വചനം ആര് പറഞ്ഞതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്? ശിംശോൻ ഇസ്രായേലിന്റെ ന്യായാധിപനായിരുന്നു. ദൈവം അവനെ തിരഞ്ഞെടുത്തതാണ്. ജനിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ നിറഞ്ഞുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യേണ്ട സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഉള്ളിൽ വന്ന് ആവസിക്കുമായിരുന്നു. ഇവിടെ നമ്മൾ വായിച്ച വചനം, അവന് വിവാഹപ്രായമായപ്പോൾ ഫലസ്തീ ദേശത്ത് തിമ്ന എന്ന് പറയുന്ന ഒരു ദേശത്ത് ചെന്ന് ഒരു പെൺകുട്ടിയെ കാണുവാനിടയായി. ആ പോകുന്ന വഴിക്കാണ് ഒരു സിംഹം അവനെ കൊല്ലുവാൻ വന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നിട്ട് ആ സിംഹത്തെ അവൻ വലിച്ചു കീറി കൊന്നു. അതിനുശേഷം പെൺകുട്ടിയെ കണ്ടിട്ട് ഭവനത്തിൽ മടങ്ങിപ്പോയി. തിരിച്ച് പിന്നെ ഒരു വിവാഹത്തിന് വേണ്ടി അവർ കുടുംബമായിട്ട് അപ്പനും അമ്മയും ശിംശോനും കൂടെ പോകുന്ന വഴിക്ക് ഈ സിംഹത്തെ നോക്കുവാനിടയായി. നോക്കിയപ്പോൾ എന്താണ്, അതിന്റെ കുടലിൽ നിന്ന് തേനീച്ച കൂട്ടവും തേനും കാണുവാനിടയായി. ആ തേന് അവനെടുത്ത് കഴിച്ചു. അതിനുശേഷം അപ്പനും അമ്മയ്ക്കും കൊടുത്തു. അപ്പനും അമ്മയ്ക്കും അറിയത്തില്ലായിരുന്നു ഈ തേന് ഈ സിംഹത്തിന്റെ ഉടലിൽ നിന്ന് എടുത്തതാണെന്ന്. ഇസ്രായേൽ മക്കളുടെ ഒരു പുരോഹിതന്മാരാരും ശവത്തെ തൊടുവാൻ പാടില്ല. തൊട്ടാൽ അവര് അശുദ്ധരാകും. അപ്പോൾ ഈ ശവത്തിൽ നിന്ന് ഈ തേനെടുത്ത് കഴിക്കരുതായിരുന്നു. അതിന്റെ പരിണിത ഫലം പിന്നെ നമ്മൾ ലാസ്റ്റിൽ കാണുന്നുണ്ട്. എന്നാൽ ഈ പെൺകുട്ടിയുടെ ഭവനത്തിൽ ചെന്നതിന് ശേഷം വിവാഹമൊക്കെ കഴിഞ്ഞു. ഈ ഭർത്താവ് അവിടെ പെൺകുട്ടിയുടെ വീട്ടിലുള്ള യൗവനക്കാർക്ക്, അടുത്തുള്ള യൗവനക്കാര് 30 പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെയും വിരുന്ന് കൊടുക്കേണ്ട ഒരു ആചാരമുണ്ടായിരുന്നു. അങ്ങനെ ശിംശോനും കൊടുത്തു. ആ കൊടുക്കുന്ന സമയത്ത് അവിടെ അവരോട് ഒരു കടങ്കഥ പറഞ്ഞു. അതാണ് നമ്മൾ വായിച്ചത്. ആ കടങ്കഥയിലെ അവരോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? 7 ദിവസത്തിനുള്ളിൽ നിങ്ങളെ ഈ കടങ്കഥയുടെ ഉത്തരം പറയണം. അല്ല എങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഓരോ ഉള്ളങ്കിയും ഓരോ വിശേഷ വസ്ത്രവും തരണം എന്ന് പറഞ്ഞു. എന്നാൽ 3 ദിവസം കഴിഞ്ഞു, ഇവർക്ക് പറയുവാൻ കഴിഞ്ഞില്ല. യൗവനക്കാർ എന്ത് ചെയ്തു? ഈ പെൺകുട്ടിയെ വളരെ പറഞ്ഞു, നിന്റെ ഭർത്താവിനോട് നീ ഇതിന്റെ അർത്ഥം ചോദിച്ചിട്ട് ഞങ്ങളോട് പറ, അല്ല എങ്കിൽ ഞങ്ങൾ നിന്റെ വീട് കത്തിക്കും. പെൺകുട്ടി വളരെ ഭയപ്പെട്ട് ഈ ശിംശോനോട് ഇതിന്റെ ഉത്തരം ചോദിക്കുവാൻ തുടങ്ങി. കൂടെ അവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. അവൻ ആദ്യം പറഞ്ഞു, എന്റെ അപ്പനോടും അമ്മയോടും ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നാന്നോ നിന്നോട് പറയുന്നത്. ഈ പെൺകുട്ടി പിന്നെയും അവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അവൻ അത് പറയേണ്ടതായിട്ട് വന്നു. അതിനുശേഷം പെൺകുട്ടി യൗവനക്കാരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. ശിംശോന് പിന്നെ അവർക്ക് ഈ ഉള്ളങ്കിയും വിശേഷ വസ്ത്രമൊക്കെയും കൊടുക്കേണ്ടി വന്നു. അവിടെ വലിയൊരു സംഭവം നടക്കുന്നതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അവരെയൊക്കെയും തകർത്തതായിട്ടൊക്കെ നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ വായിച്ചത് എന്താണ്? ഭോക്താവിൽ നിന്ന് ഭോജനവും മലലിൽ നിന്ന് മധുരവും. ഭോക്താവ് എന്ന് പറയുന്ന തിന്നുന്ന വ്യക്തി. മറ്റുള്ളവരെ തിന്നുന്ന സിംഹത്തിൽ നിന്ന് എന്ത് കിട്ടി? ഭോജനം കിട്ടി. മലനിൽ നിന്ന് തേനും പുറപ്പെട്ടു. സ്തോത്രം, ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ വലിയൊരു അത്ഭുത പ്രവൃത്തിയല്ലയോ പ്രിയപ്പെട്ടവരെ? അതിന് കർത്താവ് നമ്മൾ പ്രത്യേക ഒരു ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കർത്താവിനെ നമ്മൾ മതിമറന്ന് സ്തോത്രം ചെയ്യണം. ഈ സിംഹം എന്ന് പറയുന്നത് സാത്താന്റെ ഒരു രൂപമാണ്, ശൈത്താനാണ്, അല്ലെ ശത്രുവാണ്, നമ്മളെ കടിച്ചു കീറാൻ വരുന്നത്. അതിൽ കൂടെ നമുക്ക് ദൈവം നന്മ ഒരുക്കിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
1 പത്രോസ് 5:8 നമ്മൾ വായിക്കുന്നത്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ദൈവത്തിന്റെ മക്കളെ എങ്ങനെ വിഴുങ്ങണം, എങ്ങനെ തകർക്കാമെന്ന് നോക്കിക്കൊണ്ട് നടക്കുകയാണ് ഈ പിശാച്, പ്രതിയോഗിയായ പിശാച്. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ച ശിംശോനെ തകർക്കുവാൻ ഒരു ബാലസിംഹം കടന്നു വരികയാണ്. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നിട്ട് ആ ബാലസിംഹത്തെ തകർത്ത് കളഞ്ഞു. ദൈവമക്കളെയും തകർക്കുവാൻ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെയാണ് നമ്മുടെ നേരെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സിംഹത്തിന്റെ മുമ്പേ തല വെച്ച് കൊടുക്കണോ? ഒരിക്കലും അല്ല. ആ സിംഹത്തെ എങ്ങനെയാണ് ശിംശോൻ അതിനെ വലിച്ചു കീറി കൊന്നത്, അതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ഈ സാത്താനെ തകർക്കണം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ശാരീരമായിട്ടുള്ള രീതിയിൽ സാത്താനെ തകർക്കുവാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് തകർക്കാൻ കഴിയുന്നത്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടുകൂടി. യാക്കോബിന്റെ ലേഖനം 4:7 വായിക്കുന്നു, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ എന്ന് പറയുമ്പോൾ ഈ സാത്താൻ നമ്മളെ അലറുന്ന സിംഹം പോലെ നമ്മളെ വിഴുങ്ങുവാൻ എങ്ങനെയാണ് വരുന്നത്? ശിംശോന്റെ നേരെ സിംഹം കടന്നു വന്നതുപോലെ അല്ല, നമ്മുടെ സ്വന്തം ആൾക്കാരിൽ കൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു അലറുന്ന സിംഹം പോലെ നമ്മുടെ കുടുംബത്തിലുള്ളവരിൽ കൂടെ, സ്വന്തക്കാരിൽ കൂടെ ആ സിംഹം, ആ സാത്താൻ പ്രവേശിച്ച് നമ്മളെ തകർത്ത് കളയാൻ നോക്കും, നമ്മുടെ കൂട്ടുകാരിൽ കൂടെ. അപ്പോൾ നമ്മൾ നിർമ്മതരായിരിക്കണം. അതാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന് കീഴടങ്ങണം, സാത്താനോട് എതിർത്ത് നിൽക്കണം, പൊരുതാനല്ല ഇവിടെ പറയുന്നത്. അതുകൊണ്ട് സാത്താനെ ജയിക്കേണ്ടതിന് നമ്മൾ നിർമ്മതരായിരിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവം യേശുക്രിസ്തു പത്രോസിനോട് പറഞ്ഞത് എന്താണ്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അപ്പോൾ നമ്മൾ നിർമ്മതരായിരിക്കുക. നമ്മുടെ സ്വഭാവത്തില് സാത്താനെ ജയിപ്പാൻ ദൈവത്തിന് നമ്മളെ കീഴടങ്ങണം. നമ്മളെ തകർക്കാൻ വരുന്ന ശത്രുവിൽ കൂടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഇവിടെ ഭോക്താവിൽ നിന്ന് ഭോജനവും മലനിൽ നിന്ന് തേനും കിട്ടിയതുപോലെ നമ്മളെ ശത്രുക്കളിൽ നിന്ന് അവരുടെ മുമ്പാകെ നമ്മളെ മാനിക്കും. 23-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. മഹിമ, സ്തുതി, സ്തുതി, സ്തുതി. ശത്രുവിന്റെ കയ്യിൽ അകപ്പെടുവാൻ നമ്മളെ ഒരിക്കലും സമ്മതിക്കില്ല. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? കർത്താവിന്റെ സ്വന്തം രക്തം തന്ന് നമ്മളെ വീണ്ടെടുത്തതാണ്. അവന്റെ വിലയാണ് നമ്മൾ. ശത്രുവിന്റെ കയ്യിൽ അകപ്പെടുവാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. ശത്രുക്കൾ കാണുക നമ്മൾക്ക് വിരുന്നൊരുക്കുന്നു, നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. സ്തോത്രം. നമ്മുടെ പാനപാത്രവും നിറഞ്ഞു കവിയുവാൻ ഇടയാകുന്നു. എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ എന്തോ ആ എണ്ണ കവിഞ്ഞൊഴുകുന്നു. നമ്മുടെ പാനപാത്രവും നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവസ്ഥ നിറഞ്ഞു കവിയാണ്. അപ്പോൾ ശത്രുക്കളുടെ മുമ്പ് മേശ ഒരുക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? ആ എണ്ണ ആവുന്ന അഭിഷേകം കൊണ്ട് നമ്മളെ നിറഞ്ഞു കവിയണം. കർത്താവാണ് അതൊക്കെ ചെയ്യുന്നത്. ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഈ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന എന്തിനാണ്? മോഷ്ടിപ്പാനും അറുപ്പാനും മുഴുപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ വന്നിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10:10 രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും അനുഭവം ഇതായിരുന്നു: മോഷ്ടിക്കുക, അറക്കുക, മുടിക്കുക. എന്നാൽ യേശുക്രിസ്തു വന്ന എന്തിനാണ്? ജീവൻ തരാനും സമൃദ്ധിയായിട്ടുള്ള ജീവൻ തരാനുമാണ്. ഇന്ന് നമ്മളെല്ലാം ആ ജീവൻ അനുഭവിക്കുന്നു, സമൃദ്ധിയായിട്ടുള്ള ജീവൻ അനുഭവിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മളെ യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് ഈ സാത്താൻ നമ്മുടെ ജീവിതത്തെ മോഷ്ടിക്കുകയും അറുക്കുകയും മുടിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ സമാധാനമില്ലായിരുന്നു, സന്തോഷമില്ലായിരുന്നു, രോഗത്താലും ദുഃഖത്താലും ഭാരപ്പെടുന്ന അവസ്ഥയായിരുന്നു, ദരിദ്രാവസ്ഥയായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞതോടുകൂടി നമ്മുടെ ജീവിതത്തിലെ ജീവൻ പ്രാപിക്കുവാൻ, സമൃദ്ധിയായിട്ടുള്ള ജീവൻ പ്രാപിക്കുവാൻ കർത്താവ് നമ്മളെ
സഹായിച്ചു. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷവും ഇന്ന് അനേകര് ഈ സാത്താന്റെ ബന്ധനത്തിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. അവർക്ക് ശരിയായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്നാൽ ദൈവവചനത്തെ പ്രകാരം ജീവിതത്തിൽ കൈക്കൊള്ളണം. അപ്രകാരം ആ ജീവിതത്തിൽ കൈക്കൊള്ളാത്തത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള സാത്താന്റെ ബന്ധനങ്ങൾ കടന്നു വരികയാണ്. അതിനെ ജയിക്കാതെ ഒരു രീതിയിലും നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയില്ല. അങ്ങനെ ജയിക്കണമെങ്കിൽ നമ്മൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവമക്കളെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിറഞ്ഞ് ദൈവിക നിയോഗപ്രകാരം ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ഈ ബന്ധനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും. ജീവിതത്തിൽ സാത്താൻ കൊണ്ടിരുന്ന ഈ ബന്ധനങ്ങളെല്ലാം എന്താണ്? രോഗങ്ങള്, ദുഃഖങ്ങളെ, കടഭാരം, ഇതെല്ലാം ഒരു ബന്ധനമാണ്, ഓരോ നുകമാണ്. ദൈവത്തിന്റെ മക്കളുടെ മേൽ സാത്താൻ വയ്ക്കാൻ നോക്കുകയാണ്. എന്നാൽ ആ നുകത്തെയൊക്കെ നമുക്ക് എങ്ങനെ തകർക്കാൻ കഴിയും? യെശയ്യാവിന്റെ പുസ്തകം 10:27 നമ്മൾ വായിക്കുന്നു. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. അഭിഷേകത്താൽ സകല നുകങ്ങളും തകർന്നു പോകും. ഇത് മലയാളത്തിൽ പുഷ്ടി എന്ന് വായിക്കുന്നു. നമ്മൾ ഹിന്ദി ബൈബിളിൽ വായിക്കുമ്പോൾ അഭിഷേകത്താൽ സകല നുകവും തകർന്നു പോകും. പുഷ്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ മാത്രമല്ല, അഭിഷേകം പ്രാപിച്ച് സാത്താനെ ജയിക്കണം. അതിന് ദൈവത്തിന് കീഴ്പ്പെട്ടിരുന്ന് സാത്താനെ എതിർക്കണം. നമ്മുടെ പ്രതിയോഗിയായ പിശാച് നമ്മളെ എങ്ങനെ തകർക്കണം, വിഴുങ്ങിക്കളയണമെന്ന് നോക്കുമ്പോൾ അതിനെതിരായിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ കൂടെ, വചനം വായനയിൽ കൂടെ, സാധാരണ പ്രാർത്ഥനയെ കൊണ്ട് പറ്റത്തില്ല പ്രിയരെ. അന്യ ഭാഷയിൽ പ്രാർത്ഥിച്ച് നമ്മൾ യുദ്ധം ചെയ്യണം, സാത്താനെ ജയിക്കണം. അതൊക്കെ വിവരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പുഷ്ടി നിമിത്തം സകല നുകവും തകർന്നു പോകും. അപ്പോൾ ഈ പുഷ്ടി പ്രാപിക്കണം. തീർച്ചയായിട്ടും ദൈവത്തിന്റെ അഭിഷേകം ഓരോ പ്രിയപ്പെട്ടവരും പ്രാപിച്ച് ഈ നുകത്തെ തകർക്കണം. സ്തോത്രം. ശിംശോൻ സിംഹത്തിന്റെ ഉള്ളിൽ നിന്ന് തേൻ കഴിച്ചതുപോലെ ശത്രുവിന്റെ മുമ്പാകെ മേശ ഒരുക്കുന്ന ഒരു ദൈവം നമുക്ക് ഈ ഭോക്താവിൽ നിന്ന് ഭോജനം തരും, മല്ലനിൽ നിന്ന് മധുരവും തരും. സ്തോത്രം. എഫേസ്യ ലേഖനം 6:10 നമ്മൾ വായിക്കുന്ന ഒരു വചനമുണ്ട്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. ആ ഭാഗം ഇങ്ങോട്ട് താഴോട്ട് വായിക്കുമ്പോൾ ദൈവത്തിന്റെ സകല സർവായുധവർഗവും ധരിക്കുവേൻ. നമുക്ക് അവിടെ പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർഗ്ലോകത്തിലെ സകല ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പോൾ ഈ ദുഷ്ടാത്മസേനയെ ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ സർവായുധവർഗം നമ്മൾ ധരിക്കണം. ദൈവത്തിന്റെ അമിത ബലത്തിൽ നമുക്ക് ശക്തിപ്പെടണം. സാത്താന്റെ അധീനതയിലുള്ള ഭൂമിയിലാണ് നമ്മൾ താമസിക്കുന്നത്. യേശുക്രിസ്തു നമ്മളെ മേഘത്തേരിൽ ചേർക്കുവാൻ വരുന്ന സമയം വരെ ഈ സാത്താനോട് നമുക്ക് ജയിച്ചു വേണം ഈ ഭൂമിയിൽ ജീവിക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കർത്താവിന്റെ അമിത ബലത്തിൽ നമുക്ക് ശക്തിപ്പെടണം. എങ്കിലേ നമുക്ക് ഈ ലോകത്തിലെ കഷ്ടത്തെ, ഈ ലോകത്തിലെ പ്രതികൂലങ്ങളെ ജയിക്കാൻ കഴിയുള്ളൂ, രോഗത്തെ ജയിക്കാൻ കഴിയുള്ളൂ. ഇതൊക്കെയും സാത്താൻ കൊണ്ടുവരുന്നതാണ്, ഈ രോഗവും ദുഃഖവും. ഒത്തിരി പേര് പറയുന്നുണ്ട് ഈ രോഗം ദൈവം തരുന്നതാ, അത് സഹിച്ചങ്ങ് നിൽക്കണമെന്ന്. ഒരിക്കലുമല്ല പ്രിയരെ. രോഗം നമ്മൾ പ്രകൃതിപരമായിട്ട് നമുക്കുണ്ടാകാം. എന്നാൽ ആ രോഗത്തെയും ദൈവം ജയിച്ചു. യേശുക്രിസ്തു ജയിച്ചതാണ്. യേശുക്രിസ്തു പറയുന്നു, കാൽവരി ക്രൂശിൽ നിങ്ങളുടെ സകല രോഗങ്ങളെയും ഞാൻ വഹിച്ചിരിക്കുകയാണ്. സകല ദുഃഖങ്ങളെയും ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച കർത്താവ് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം തന്നിരിക്കുന്നു. ആ വചനത്തിൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ അതിനെ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ രോഗത്തിൽ നിന്നും കർത്താവ് നമുക്ക് സൗഖ്യം തരും. ഈ വചനം ഒന്ന് വിശ്വസിച്ച് നമ്മുടെ വാഗൊണ്ട് ഏറ്റു പറയുമ്പോൾ കർത്താവ് വചനപ്രകാരം നമുക്ക് സൗഖ്യം തരും. എൻ്റെ ജീവിതത്തിലും ഷുഗറിന്റെ ബോർഡറിൽ വന്നിരുന്നു. 2015
ഷുഗറിൻ്റെ ബോർഡറിൽ വന്നാണ്. എന്നാൽ ആ രോഗത്തിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു. ബ്ലഡ് പ്രഷറിൻ്റെ രോഗം വന്നതാണ്, കൊളസ്ട്രോളിൻ്റെ രോഗം വന്നതാണ്. അതിൽ നിന്നെല്ലാം പ്രാർത്ഥനയാൽ ഈ വിഷയം ഏറ്റെടുത്ത് ഞാൻ ഫാസ്റ്റിംഗ് ചെയ്ത് പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് സൗഖ്യം തന്നു, എനിക്ക് ആരോഗ്യം തന്നു. ഇപ്പോൾ ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല. മരുന്ന് കഴിക്കത്തില്ലെന്നങ്ങനെ തീരുമാനമൊന്നുമില്ല, മരുന്ന് കഴിക്കും. എന്നാൽ ഈ വിഷയത്തിന് വേണ്ടി ദൈവസന്നിധാനത്തിൽ ഞാൻ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. മഹിമ, സ്തുതി സ്തുതി സ്തുതി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമുക്ക് എല്ലാത്തിൽ നിന്നും വിടുതൽ തരും. ദൈവത്തിൻ്റെ ആ അമിത ബലത്തിൽ നമ്മൾ ശക്തിപ്പെട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാം. അഭിഷേകത്താൽ സകല മുഖങ്ങളും തകർന്നു പോവും. രോഗമായിരുന്നാലും എന്തായിരുന്നാലും, കടഭാരമാണോ, ഭവനത്തിലെ കലഹമാണോ, നമ്മുടെ പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെട്ടിട്ടില്ലയോ, എല്ലാത്തിനും ദൈവം മതിയാവനാണ്. ഈ ദൈവത്തിൻ്റെ ശക്തിയാൽ നമുക്ക് നിറയാം. അതുപോലെ കയ്പിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മധുരം തരുവാൻ ദൈവം നല്ലവനാണ്. ഈ വചനത്താൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർ ചിലരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഒരു വാക്ക് നിങ്ങൾ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാലും അത് നല്ലതാണ്. കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി കരയറ്റുന്നു. സ്തോത്രം.